യെസ്. കോഴിക്കോട് പെരുവയലിൽ അങ്കനവാടി ജീവനക്കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ CPM നേതാവ് MM പ്രസാദിനെതിരെ കൂടുതൽ പരാതികളുമായി സ്ത്രീകൾ രംഗത്ത്. പ്രസാദ് മറ്റ് സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് പരാതിയിലുള്ളത്. കേസ് പിൻവലിച്ചാൽ വൻതുക നൽകാമെന്ന് പ്രസാദ് ഓഫർ ചെയ്തുവെന്നും പരാതിക്കാരി പറയുന്നുണ്ട്. ലൈംഗിക അതിക്രമം നടന്ന് 4 ദിവസം പിന്നിട്ടിട്ടും പ്രസാദിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കത്തിൽ പറയുകയായിരുന്നു ഞായറാഴ്ചയാണ്, പക്ഷേ അതിൻ്റെ ഒരു ആലസ്യമൊന്നും ഇല്ല. നല്ല മഴയാണ്. എങ്ങനെയാണ് അവിടെ മഴ? അനഘ പ്രതീക്ഷിച്ച ചോദ്യമല്ലായിരുന്നു. രാഖി, അശ്വതി, അതായത് കോഴിക്കോട് പെരുവയലിലാണ് ഈ സംഭവം നടക്കുന്നത്. പെരുവയലിലെ അംഗനവാടി ജീവനക്കാരിയോട് ഈ പെരുവയലിലെ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള MM പ്രസാദ് ലൈംഗികാതിക്രമം നടത്തി എന്നാണ് അംഗനവാടി ജീവനക്കാരി നൽകിയിട്ടുള്ള പരാതി. ഈ പരാതി നൽകി ഇന്നേക്ക് 4 ദിവസം പിന്നിടുകയാണ്. ഈ പ്രസാദിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പ്രസാദ് ഈ പരാതി കൊടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പരാതി കൊടുത്തതിന് പിന്നാലെയാണ് ആ പ്രദേശത്തെ കൂടുതൽ സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. അത് പോലീസിൽ പരാതി നൽകിയിട്ടില്ല, പക്ഷേ ഇവർ പരാതി പറയുന്നുണ്ട്. ഇത്തരത്തിൽ പ്രസാദ് തങ്ങളോടും ഈ രീതിയിൽ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഈ പ്രസാദ് പഞ്ചായത്ത് അംഗമാണ്, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അങ്ങനെ പല രീതിയിലും സമുന്നത സ്ഥാനങ്ങളിൽ വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഈ സ്ഥാനം വഹിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഭവം തരണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ തന്നോട് സഹകരിക്കണം, ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ആ പ്രദേശത്തെ സ്ത്രീകൾ പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രസാദിനെതിരെ ഇത്തരത്തിൽ മുമ്പും ഇത്തരം പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് അംഗനവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സംഭവം കഴിഞ്ഞ് 4 ദിവസം പിന്നിടുമ്പോഴും പട്ടാപ്പകൽ നടന്ന ഒരു സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ലഭിച്ചിട്ടും ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ പെരുവയലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താനാണ് പ്രദേശവാസികളുടെയും അംഗനവാടി ജീവനക്കാരുടെയും ഒക്കെ നീക്കം. CPM നേതാവിനെതിരെ കൂടുതൽ സ്ത്രീകളാണ് പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. അതായത് ഇയാൾ ഈ MM പ്രസാദ് സ്ഥിരം കുഴപ്പക്കാരനാണ്, സ്ഥിരം ശല്യക്കാരനല്ല പ്രസാദ്. അതെ, എന്തായാലും കൂടുതൽ പരാതികളുമായി സ്ത്രീകൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴും പോലീസ് ഇയാളുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരം. 4 ദിവസമായി ഈ ലൈംഗിക അതിക്രമം നടന്നിട്ട് പരാതി വന്നിട്ട്, പക്ഷേ ഇപ്പോഴും പ്രസാദിനെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനുമുണ്ടല്ലേ? അതെ, തീർച്ചയായും ഒരുപാട് സ്ത്രീകളാണ് പ്രസാദിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വളരെ വിശദമായി വാർത്താ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.